ദൈവമേ, എനിക്കറിയാൻ വയ്യ എന്തൊരു ടേസ്റ്റാ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ എന്റെ കഴുത്തേൽ ഒരു കറുത്ത ചരടായിരുന്നു. ഇപ്പൊ 1.5 പവന്റെ ഒരു മാലയാ. എങ്ങനെയാ ഈ തട്ടുകട കാരണം? എന്റെ ദൈവമേ, എന്തോരം ടേസ്റ്റ് ആവെന്ന് അറിയാമോ? എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് തുടങ്ങിയതിന് ശേഷം എനിക്കറിഞ്ഞൂടെ, എന്റെ ബീഫ് അങ്ങ് വൈറലാ. എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഈ ബീഫ് വെച്ചു. നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല ഒന്നാന്തരം ഒരു കുക്കാണെന്ന്. ഒന്നുമല്ല. ഈ ബീഫ് അങ്ങോട്ട് വെച്ചോണ്ടിരുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു. അതെടുത്തോണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് സംസാരിച്ചിട്ട് നോക്കിയപ്പോ കാണാം ബീഫ് കരിഞ്ഞു. എന്തോ ചെയ്യാനൊക്കും. എന്റെ ദൈവമേ, ഞാൻ ഇനി എന്തോ ചെയ്യുവയെന്ന് ഓർത്ത് നിൽക്കുമ്പോ കാണാം ഒരു പയ്യൻ വന്നിട്ട് ചോദിക്കുക, ചേച്ചി പൊറോട്ടയും ബീഫും വല്ലതും ഉണ്ടോ കഴിക്കാനെന്ന്. ഞാൻ പറഞ്ഞു 2 പൊറോട്ടയും കരിഞ്ഞ ബീഫും ഉണ്ട് മോനേന്ന്. എടുക്ക് ചേച്ചി നോക്കട്ടെ എന്ന്. അവൻ അതങ്ങോട്ട് കഴിച്ചപ്പോ പറയുക, ചേച്ചി ടേസ്റ്റ് കാരണം എനിക്ക് വയ്യ, ഞാനത് വീഡിയോ എടുക്കട്ടെ എന്ന്. വൈറലായെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് വൈറലായി. ഇപ്പൊ ഈ ബീഫ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ ഇനി ആകെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് മാറി ഒരു കടമുറി എടുത്ത് അങ്ങോട്ട് ഇതൊന്ന് വിപുലീകരിക്കണം. അത്രയേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. കണ്ടോ കോള് വരുന്ന കണ്ടോ, പല സ്ഥലങ്ങളിൽ നിന്ന്. ഹലോ ഹലോ, ഈ കരിഞ്ഞ ബീഫ് ഇടുന്ന കടയില്ലേ? അതെ അതെ അതെ. ആ ചേച്ചി, ഞാൻ വിളിച്ചതേ, ഞാൻ ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ബീഫ് കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. ബീഫ് ഉണ്ടോ മക്കളെ? ബീഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ പ്ലേറ്റ് ബീഫ് ഇവിടെ ഇരിപ്പുള്ളൂ. അയ്യോ, അത് മതി അത് മതി. അത് വച്ചേരാ, കാശ് എനിക്കൊരു വിഷയമല്ല. പക്ഷെ എനിക്ക് കരിഞ്ഞ ബീഫ് എനിക്ക് കിട്ടണം. അല്ല, പെട്ടെന്ന് വരുമോ? പെട്ടെന്ന് വരും ചേച്ചി. അത് കൊടുക്കില്ലേ? കൊടുക്കത്തില്ല. പെട്ടെന്ന് വരണേ. ഓക്കെ ചേച്ചി. ആ ശരി ശരി ശരി. സാറേ, 11 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും കാണത്തില്ല കേട്ടോ. എല്ലാം തീർന്നു. ഞാൻ തിന്നാൻ വന്നതല്ല. പിന്നെ നിങ്ങൾ ബാങ്കിലേക്ക് ലോണിന് അപേക്ഷ കൊടുത്തിരുന്നില്ലേ? അതിന്റെ വെറിഫിക്കൽ വന്നതാ. വെരിഫിക്കേഷൻ വന്നതാ. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. സാറേ ഒരു മിനിറ്റ് നിൽക്കുന്ന സാറേ. ഒന്ന് നമസ്കാരം സാറേ. ബഹുമാനം കൊണ്ടാ. ആണുങ്ങളാണെ മുണ്ടഴിച്ചിട്ട് ബഹുമാനിക്കാല്ലേ. ഇതിപ്പോ ചെറിയ സെറ്റപ്പ് ആണല്ലേ? ഇതല്ല ചെറിയ സെറ്റപ്പാ സാറേ. ഇതൊന്ന് മാറ്റി ഒന്ന് വിപുലീകരിക്കണോ? ഒരു നല്ലൊരു കടയിലേക്ക് എനിക്കൊന്ന് മാറണം. അതാണ്. അപ്പൊ നമുക്കിത് സെറ്റപ്പ് ആക്കാം. ഇവിടെ ഇപ്പൊ എന്താണ് സ്പെഷ്യൽ? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പൊറോട്ടയും ബീഫും ഉണ്ട് സാറേ. ശരി. നിങ്ങൾ ഇപ്പൊ എത്ര രൂപയാണ് ഉദ്ദേശിക്കുന്നത്? സാറേ, അതിപ്പോ ഞങ്ങൾ ഒരു 150 രൂപയ്ക്കാ കൊടുക്കുന്നത്. ലോണോ? പൊറോട്ടയും ബീഫും 150 രൂപയ്ക്കാ കൊടുക്കുന്നത്. ഞാൻ ലോണിന്റെ കാര്യം ചോദിച്ചത്. സാറേ, ലോൺ എന്ന് പറയുമ്പോൾ ഞാൻ 6 ലക്ഷം രൂപയ്ക്കാ ലോൺ കൊടുത്തിരിക്കുന്നത്. 6 ലക്ഷം രൂപയാണോ ബാങ്കിനോട് ലോൺ ചോദിക്കുന്നത്? 6 ലക്ഷം രൂപ ബാങ്കിനോട് ചോദിക്കാതെ പിന്നെ പോയി എവിടെ തട്ടുകടയിൽ പോയി ചോദിക്കാൻ പറ്റുമോ? 6 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ 6 ലക്ഷം എന്ന് പറയുന്നുണ്ടാ? 6 ലക്ഷം രൂപ ഒന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് സെറ്റപ്പ് ആക്കാം. പിന്നെ ഈ ലോൺ എടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ബോധിപ്പിക്കാം. എന്തിനാ ലോൺ? ഇപ്പൊ എന്തിനാ ആവശ്യം? സാറേ, കേരളക്കാരെ കത്തിക്കണോ എനിക്ക്? ഈ ബീഫ് വൈറലായില്ലയോ? എല്ലായിടത്തും അത് തുടങ്ങണമല്ലോ. അപ്പൊ ആദ്യ വഴിയായിട്ടാ നമ്മളൊരു. അതാണ് നിങ്ങളുടെ പേര്? എന്റെ പേര് തങ്കമണി. തങ്കമണി എന്നാണ് പേര്. അപ്പൊ സംഭവം ലോൺ എടുക്കാനാണെങ്കിൽ കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. സംഭവം എന്ന് പറയുന്നത് ബാധ്യത സർട്ടിഫിക്കറ്റ് വേണം, കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് വേണം, ലൊക്കേഷൻ പ്ലാൻ വേണം, സ്കെച്ച് വേണം, അത് വേണം, ഇത് വേണം. പാൻ ഉണ്ടോ? സത്യം പറഞ്ഞാൽ കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു സാറേ. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് നടക്കാനും ഇഷ്ടമായിരുന്നു. എന്റെ കെട്ടിയൊന്നും തീരെ ഇഷ്ടമല്ല. മൊത്തത്തിനും കൊന്നു കളഞ്ഞു. ഇവിടുത്തെ പാൻ തല ഉണ്ടോ എന്നല്ല ചോദിച്ചത്. പാൻ കാർഡ് ഉണ്ടോ? ഉണ്ട്. അത് നമ്പർ വേണം. പാൻ കാർഡ് നമ്പർ വേണം. അതൊക്കെ വേണം. പിള്ളേർ എത്രയാണ്? സാറിന് മനസ്സിലായല്ലേ? എന്നെ കണ്ട പിള്ളേരില്ലെന്നല്ലേ പറയത്തുള്ളൂ. സന്തൂർ മമ്മിയാ. പക്ഷെ ഒരു മോനുണ്ട്. എത്ര വയസ്സുണ്ട്? അവനെന്ന് പറഞ്ഞ +2 കഴിഞ്ഞ് നിൽക്കും. അവൻ എന്തേലും ഒരു കോഴ്സ് പഠിപ്പിച്ച് അവനെ ഒരു കരയ്ക്ക് എത്തിക്കണം. ഇപ്പൊ ഞാൻ ഒരു ഐഡിയ ഉണ്ട്. അവനെ എബ്രോഡ് വിട്ടാൽ മതി. ഇത്രയും പഠിപ്പിച്ചിട്ട് എങ്ങനെ സാറേ നട റോഡിലോട്ട് വിടുന്നത്? എബ്രോഡ് നടറോഡ് അറിഞ്ഞൂടാ ചേച്ചി. ന്യൂയോർക്കിലോ അങ്ങനെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ, യൂറോപ്യൻ കൺട്രീസിൽ ആണ് ഉദ്ദേശിച്ചത്. അല്ല സാറേ, അതിനൊക്കെ കുറെ കാശ് ചെലവാകത്തില്ലേ? 25 ലക്ഷം രൂപയാവും. 25 ലക്ഷം രൂപയോ ഈ ചെറുക്കനെ പഠിപ്പിക്കാനോ? പക്ഷെ വേറെ കേസ്, രക്ഷപ്പെടും. അവനോ? അവന് ഇച്ചിരി പതുക്കെ രക്ഷപ്പെട്ടാ മതി. ഈ 1.5 3 ആക്കാൻ ഞാൻ കിടന്നിടുന്ന പാട് എനിക്കറിയാം. പക്ഷെ വേറെ കേസ്, ഇതിപ്പോ നമ്മൾ അപേക്ഷ കൊടുത്താലും 6 ലക്ഷം രൂപ കിട്ടും തോന്നുന്നില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം മലപ്പുറം ഇല്ല. എന്റെ മുത്തല്ലേ, എന്റെ പൊന്നല്ലേ സാറേ. അതിന്റെ ചേട്ടാ ഒന്ന് എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞതാണ് സാറേ. ഞാൻ ഈ ലോൺ കിട്ടാൻ വേണ്ടി സാറിനെ അച്ഛന്ന് വരെ വിളിക്കുന്നു. നിങ്ങൾക്ക് വേറെ വല്ല ഇടപാടും? വേറെ വല്ല ഇടപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ തരുമെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഇവിടെ വന്നു കയറിയിട്ട് മറ്റുള്ളവർ പറയുന്നിട്ട് സാറ് പറയരുത്. ആ രായണ്ണം വല്ലപ്പോഴും ഈ പറമ്പിൽ കയറി 2 ഇല വെട്ടിക്കൊണ്ട് പോകുന്നല്ലാതെ ഒരു ഇടപാടും ഞങ്ങൾ തമ്മിലില്ല. ബാങ്കിലുള്ള ഇടപാടല്ല ചോദിച്ചത്. ഈ ലോൺ സംബന്ധമായി ഏതെങ്കിലും ബാങ്കോട്ട് ഇടപാടുണ്ടോന്ന്? എന്റെ പൊന്ന് സാറേ, 10ന്റെ പൈസ ഒരാൾക്ക് ഞാൻ കൊടുക്കാനില്ല. പിന്നെ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ നമ്മളിത് സെറ്റപ്പ് ആക്കാം. ഈ ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞാൽ ആദ്യ ഗഡു വരും.
അതാ കിടുവല്ലേ സാറേ? ലഡു കൊടുക്കാന്ന് പറഞ്ഞത് കിടുവാ. ലഡു വരുമെന്നല്ല, ആദ്യ ഗഡു പൈസ നിങ്ങളുടെ കയ്യിൽ വരും. സാറേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സംശയം എന്ന് വെച്ചാലേ, ഈ ലോണില്ല മറ്റേ ഈ ലോണിനൊരു പേരുണ്ടല്ലോ സാറേ, മറ്റേ ലാലു അലക്സ് പറയുന്ന ഒരു സംഭവം പേഴ്സണൽ ലോണാണ്, പ്രോപ്പർട്ടി ലോണ്. പ്രോപ്പർട്ടി ലോൺ വെക്കേണ്ടി വരും. ഈട് വെക്കാനോ നമ്മുടെ ഒന്നും ഇല്ലല്ലോ സാറേ. പ്രോപ്പർട്ടി എന്തെങ്കിലും കടയോ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും മതി. ഇതിന് പേര് വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്ത് പ്രശ്നം അടയ്ക്കണം, അതാണ് ഞാൻ പറഞ്ഞത്. അത് അടയ്ക്കണം. അപ്പൊ അതെല്ലാം റെഡിയാകും. ഓക്കെ, സെറ്റപ്പ് ആകട്ടാ. ഞാൻ വെക്കട്ടെ. അയ്യോ അങ്ങനെ പോലെ സാറേ, സാർ എന്തായാലും വന്നതല്ലേ, ഇവിടെ കടയിൽ വരെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ പോകുന്ന മോശമല്ലേ സാർ? അയ്യോ അങ്ങനെയല്ല സാറ് നിൽക്കി സാറേ. ഞാൻ അങ്ങനെ പുറത്ത് വൈറൽ ബീഫ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കഴിച്ചു നോക്കണം, എന്തൊരു ടേസ്റ്റാന്നറിയാവോ. സാറിങ്ങനെ ചുമ്മാ സാർ ഇരിക്കും, സാറിന് ഇച്ചിരി ബീഫും 2 പൊറോട്ടയും അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും. ഇരിക്കും സാർ. അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാറില്ല. പക്ഷെ ഇത് കഴിച്ചാൽ സാർ എന്ന് ഇവിടെ വന്നേ കഴിക്കത്തുള്ളൂ. അറുപത് മീറ്റർ, 40 മീറ്റർ, 20 തട്ടുകട എത്തി. വൈറൽ ബീഫ് ഉണ്ടാക്കി വൈറലായ ചേച്ചി അല്ലേ? കരിഞ്ഞ ബീഫ് കൊടുത്ത് ജനങ്ങളെ പിടിച്ചിരുത്തിയ ചേച്ചി അല്ലേ? ഞാനാണ് നേരത്തെ വിളിച്ച ആള്. ആ ബീഫ് എനിക്ക് വേണം. ബീഫില്ല. ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ വന്നത്. അയ്യോ മക്കളെ ബീഫ് തീർന്നു പോയടാ. അയ്യോ എന്ന് പറഞ്ഞ ചേച്ചി, ഞാൻ 100-200 കിലോമീറ്റർ നീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ്. എത്ര ദൂരം ഉണ്ടെങ്കിലും ഞാൻ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരുന്ന ആളാ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. മക്കളെ ഇപ്പൊ ഈ ബീഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കരുത്, ചൊറിയും. നിനക്ക് അങ്ങനെ അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? കഴിച്ചപ്പോ ചൊറിച്ചിലൊന്നുമില്ല. പൈസ ഇല്ലാന്ന് പറഞ്ഞ് ഗൂഗിൾ പേ സെൻഡ് ചെയ്യാൻ നേരത്ത് പൈസ പോകാത്തപ്പം കടക്കാരൊന്ന് ചൊറിഞ്ഞിട്ടുണ്ട്. അത്ര ഇച്ചിരി ഒരു ബീഫ് കഴിച്ചതിന് കടക്കാരൻ ഇത്തിരിയല്ല, 7 എണ്ണം ഒറ്റ ഇരിപ്പിന്. അതല്ലേ ചേച്ചി എനിക്ക് ഇത്തിരി ബീഫ്. മക്കളെ ഇല്ലടാ ബീഫ് ഇല്ല എന്ന് പറഞ്ഞ ചേച്ചി എനിക്ക് ഇത്തിരി ബീഫ് ഞാൻ ഇത്രയും ദൂരത്തൊന്ന് വന്നല്ലേ ചേച്ചി. സത്യത്തിലേ നിനക്ക് വേണ്ടിട്ട് ഞാൻ കരുതി വെച്ചിരുന്നതായിരുന്നു. പക്ഷെ അതാണ്ട ഈ ബീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലടാ അതെന്താ സംഭവം നിനക്ക് അറിയത്തില്ല. ഇവിടുത്തെ ബീഫ് എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള ബീഫ്. ചേച്ചി ഈ വീഡിയോ ഞാൻ കണ്ട്, എനിക്കതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ഈ ബീഫ് എങ്ങനെ ചേച്ചി ഇതെങ്ങനെ ഉണ്ടാക്കും? മക്കളെ ഈ ബീഫ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇട്ടങ്ങ് വേവിക്കുമല്ല, പിന്നെ വിറകടുപ്പിലോട്ട് കഴുകി വാരി വെച്ച് ഒരു 1/2 മണിക്കൂർ ഇതിനെ അങ്ങോട്ട് വേവിക്കണം. വേവിച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ഉരുളിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടേ ഇച്ചിരി സവാള, ഇച്ചിരി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കറക്കുന്നത് വരെ അങ്ങോട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. എന്നിട്ട് മസാലകളെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് ഈ ബീഫ് വേവിച്ച വെള്ളം ഇല്ലയോ അതുൾപ്പെടെ ഈ ബീഫ് അങ്ങോട്ടിട്ട് അടച്ചങ്ങോട്ട് വെക്കണം. എന്നിട്ടുണ്ടല്ലോ ലാസ്റ്റ് ഇച്ചിരി തേങ്ങാക്കൊത്തിട്ട് വഴറ്റി കറിവേപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് അടച്ച് വെച്ചാ വരുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോടാ. അതാ പറഞ്ഞു എനിക്ക് അത് കഴിച്ചോളാൻ വയ്യ. മക്കളെ അത് ഇല്ലടാ, അത് ഉണ്ടായിരുന്നു, തീർന്നു പോയി. 100-200 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നേലേ ചേച്ചി. ഒന്ന് നോക്കി ഇച്ചിരി അരപ്പെങ്കിലും എന്താ. എടാ നിനക്ക് വെച്ചിരുന്ന ബീഫില്ലേ, നീ ആലോചിച്ച് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാ വന്ന് അവിടെ ഇരിക്കും, നമ്മൾ എന്തോ പറയാൻ നോക്കും. അപ്പൊ അങ്ങനെ കൊടുത്തതാ. നീ ഒന്നും ക്ഷമിക്കും, നിനക്ക് ഞാൻ നാളെ ഉണ്ടാക്കി തരാം. നാളെ ഉണ്ടാക്കുന്ന നിങ്ങളെ ബീഫിനെ എനിക്ക് റൂം എടുത്ത് കിടക്കാൻ പറ്റൂടാ. നാളെ വേറെ പരിപാടികളുണ്ട്. ഇന്ന് ഇവിടുന്ന് കഴിക്കണമെന്ന് എന്റെ ഏറ്റവും വലിയ വാശിയായിരുന്നു. ഇതെന്തോ ചെയ്യാനൊക്കെ ഞാനത് നോക്കട്ടെ, നിനക്ക് തരാൻ വല്ല വഴിയുണ്ടോ ഞാൻ നോക്കട്ടെ. എന്നാലും അതല്ലല്ലോ, ഞാൻ കുഴപ്പമില്ല. ഞാൻ ഇനിയിപ്പോ വിധിയില്ലാത്രല്ലേ ഉള്ളൂ. ഓരോ ആഹാരം കഴിക്കണം, അത് വിധി വേണം, യോഗം വേണം. അത് കരയാൻ പോണ്ടായിരുന്നല്ലേ? പിന്നെ കരയാൻ പോട്ടതാ. കടി കിട്ടി. അതെയോ? സൂപ്പർ. ഒന്ന് നോക്കുക, ഉരുളിയുടെ അറ്റത്ത് ഇച്ചിരി സാധനങ്ങളുണ്ട്. അത് കരയാൻ പോണ്ടെന്ന് പറഞ്ഞോണ്ട് ഇച്ചിരി ഇല്ലടാ തീർന്നടാ. ഒന്ന് നോക്കൂ, ഒരു പൊറോട്ട ഇട്ട് ഒരു കറക്കിറക്കാൻ മക്കളെ ഇല്ല, നാളെ കാണും. കുഴപ്പമില്ല, യോഗം വേണം. അല്ല അത് പിന്നെ അത് പറഞ്ഞു. ഓ കുരുമുളക് പിടച്ച് കിടക്കണ കിടപ്പ് എന്റെ പൊന്നേ. സാധനം ഒന്ന് നോക്കി വെച്ച് എവിടെയെങ്കിലും ഒരു ഇത്തിരി എടാ ഇല്ലടാ ഉണ്ടായിരുന്നു, അയാൾക്ക് കൊടുത്തില്ലേ? എന്തൊരു കഷ്ടവും. ഇത് പൊറോട്ട കൂടെ സൂപ്പർ. പിന്നെ എരിവ് കറക്റ്റ് ഭാഗത്തിനാണ്. പട്ടിക്ക് കൊടുക്കാനെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പട്ടി ബീഫ് കഴിക്കത്തില്ല. എന്താ വ്രതോ? എന്തോ നോക്കി ചേച്ചി വിചാരിച്ചു കരയാമ്പോ അത് ഇതൊക്കെ പ്ലീസ് കൊതി കൊണ്ട് വന്നേലേ. ഞാൻ ഒന്നോ ബീഫ് ഭയങ്കര ഇഷ്ടം. കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. വീട്ടിലെങ്ങാനും ഇരിപ്പോണ്ടോന്ന് ഞാൻ നോക്കട്ടെ, ഉറപ്പില്ല. നോക്കാം. എന്തൊരു കഷ്ടമാന്ന് പറ സാറേ. ഇപ്പൊ വരാം കേട്ടോ സാറേ, 5 മിനിറ്റ് സാർ. ഞാനും മറ്റേ ഒരുപാട് ദൂരെ നിന്ന് വരുന്ന ആളാ. ഓ ഇവിടെ ബീഫ്
ബീഫ് ഞാൻ വിളിച്ച് പറഞ്ഞു ഇവിടെ മാറ്റി വെച്ചേക്ക്. ആ യോഗമില്ല, പട്ടി എടുത്തോണ്ട് പോയി. അത് യോഗം അത് ഇത് ഒരു ആഹാരത്തിന് യോഗം വേണം. അത് യോഗം വേണം. ഓരോ ആഹാരത്തിന് ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അതെ അതെ, ഓരോ ബീഫിലും ഓരോ പേര് വെച്ചിട്ടുണ്ട്. 1 ലക്ഷം തരും. എന്റെ പേരുണ്ടോ നോക്കാൻ? നോക്കിയാ നോക്കി ഞാൻ അത് നോക്കിയത് പേരില്ല. അല്ല എനിക്കിങ്ങനെ വരേണ്ട കാര്യമില്ല. ഞാൻ ഭയങ്കര പൈസക്കാരനല്ലേ, ഞാൻ നാട്ടിലെ. പിന്നെ ഭയങ്കര പൈസയാണ് എനിക്ക്. പൈസ ഉണ്ടോ? പിന്നെ കോടികൾ ആസ്തിയാണ്. അതിൽ ഇങ്ങനെ കറങ്ങി കിടന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഞാൻ ഒരു ചതിയൻസ് ബാങ്കിൽ നിന്ന് വരികയാണ്. അപ്പൊ ഞങ്ങളെ ബാങ്കിലൂടെ നിങ്ങളുടെ ഈ കോടി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ താല്പര്യമുണ്ടോ? ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പൈസ ഇടണ്ടേ? ഭയങ്കര പൈസ ഉണ്ടോ? കോടികളുണ്ടെന്നല്ലേ പറഞ്ഞത്. എനിക്ക് എന്റെ കാര്യങ്ങൾ സ്കീമും കാര്യം നമ്മൾ സഹകരണ ബാങ്കിൽ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വലിയ പരിപാടി അറിഞ്ഞുകൂടാ. ഞങ്ങൾ നല്ല സഹകരണമാണ്. പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരുമിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങൾ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് കഴിഞ്ഞു. ഓക്കെ. എന്നിട്ട് കുറച്ച് നിങ്ങൾ ലോൺ എടുക്കണം. നിങ്ങൾക്ക് ഞങ്ങൾ ലോൺ തരും. അല്ല അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ? അല്ല ഇപ്പോഴല്ല, അത് ഞങ്ങൾ ലോൺ എടുക്കാം. ലോൺ എടുത്തതിന് ശേഷം ഗഡുക്കളായിട്ട് ഞങ്ങൾ ഇതുപോലെ ഇൻട്രസ്റ്റ് ഇങ്ങനെ ഈ ലോണിൽ ഡെപ്പോസിറ്റ് പൈസയുടെ പലിശ അടഞ്ഞുകൊണ്ടിരിക്കും. അല്ല അത് മനസ്സിലായി. അപ്പോഴെനിക്ക് സംശയമുണ്ട്. അല്ല ഞാൻ ആദ്യം ഇട്ട പൈസ എനിക്ക് അപ്പം തിരിച്ചെടുത്തില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് 5 കൊല്ലം എടുക്കാൻ പറ്റുള്ളൂ. എടുക്കാൻ പറ്റില്ല. അതങ്ങനെയാണ്. 5 കൊല്ലം കഴിയുമ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് തരും. അല്ല എന്റെ പൈസ എനിക്ക് എടുത്തൂടെ? നിങ്ങൾ എടുക്കാം. പിന്നെ അത് എടുക്കാമല്ലോ. അത് അതിന് വേറെ വിഷയമില്ലല്ലോ. ആവശ്യമില്ല, ഞാൻ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. ചുമ്മാ ആവശ്യമില്ല ഈ ബീഫ് എന്ന് കണ്ടിട്ട് എനിക്ക് കേട്ടോ വേറെ കഴിച്ചു കൊടുക്കുന്ന ബീഫിലാണ് കൈയിട്ട് വരുന്നത്. അതിപ്പോ ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കണ്ട് ഒരു വരുന്നു. പറയട്ടെ. അതെന്താ തുടച്ചത്? പേപ്പറിൽ. ഇതിനകത്ത് പേപ്പറില്ല. ഓ അവര് ലോൺ സാക്ഷനുള്ള പേപ്പറായിരുന്നു. ലോൺ പോയി ലോൺ. അത് നീ രണ്ടാ സെറ്റ് ചെയ്തോട്. എനിക്ക് ബീഫ് തന്നില്ല, ഇനിയിപ്പോ ലോൺ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഒന്നുമില്ല. എന്തായാലും ഭാഗ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഇച്ചിരി ബീഫ് ഞാൻ അവിടെ ബീഫ് നീ വന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്തിനാ അവിടെ വന്നത്? ലോണിന്റെ കാര്യത്തിന് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണോ? ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളടുത്ത് എന്തെങ്കിലും കന്നന്തിരി കാണിച്ചാൽ നിങ്ങൾ സഹിക്കൂ? സഹിക്കത്തില്ല. പറയട്ടെ, ഇപ്പൊ ഈ പയ്യൻ എന്താണ് കാണിച്ചതെന്ന് അറിയാമോ? ഞാൻ എടുക്കരുത്. ഞാൻ നിങ്ങൾക്ക് ലോൺ തരാൻ വേണ്ടി ഇവിടെ വന്നു. നിങ്ങൾ എടുക്കാം. പറയട്ടെ, നിങ്ങൾ എനിക്ക് സ്നേഹത്തോടുകൂടി ഈ പൊറോട്ട ബീഫ് തന്നു. ഞാനത് തിന്നു. അപ്പൊ ഈ പയ്യൻ കാണിച്ച പരിപാടി തൊടരുത് നീ. പറയട്ടെ, നിങ്ങൾക്ക് ലോൺ സാക്ഷനാക്കാനുള്ള പേപ്പർ ഇവൻ ബീഫ് കഴിയിട്ട് വൈകിട്ട് തുറച്ച് എടുത്ത് കളഞ്ഞു കൊടുക്കണം. മര്യാദ വേണം. കഷ്ടപ്പെട്ട് ഞാൻ ഓരോന്നുണ്ടാക്കി കൊണ്ടുവയ്ക്കുമ്പോ മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം വേണം നിനക്ക്. ഈ കണ്ട ആൾക്കാരുടെ അടുത്തുനിന്ന് മൊത്തം ഞാൻ പലിശയ്ക്ക് പൈസ എടുത്തിട്ടാ ലോൺ വാങ്ങിച്ചേക്കുന്നത്. ഈ മണ്ണിനോട് ഞാനൊരു കള്ളം പറഞ്ഞ എനിക്ക് കടവില്ലെന്ന്. എന്റെ ദൈവമേ, ഞാൻ എന്റെ സാറ് ഞാൻ ഇനി എന്തോ ചെയ്യുന്ന എനിക്കിനെ അറിയാമോ? ബീഫോ നിനക്ക് ഞാൻ ഇനി ബീഫ് തരണോ? അല്ലയോ? അയ്യോ, ഞാൻ ആദ്യം പറഞ്ഞില്ല നിങ്ങൾക്ക് 3 ലക്ഷം കിട്ടും, 6 ലക്ഷം കിട്ടൂലെന്ന്. ഇതിന് നഷ്ടപരിഹാരമായിട്ട് അവൻ്റെ അടുത്ത് 3 ലക്ഷം ചോദിക്കും. ആ 3 ലക്ഷം രൂപ നമ്മൾ ബാങ്ക് കയറി 3 ലക്ഷം 6 ലക്ഷം ആയില്ലേ? തരുമോ? തരും. ചോദിച്ചോ. എന്നാലും നീ കാണിച്ച ദ്രോഹമാടാ. എടാ ഞാൻ ഈ 6 ലക്ഷം രൂപ ഞാൻ ഇനി ബാങ്കിൽ ഞാൻ എന്തോ ചെന്ന് പറയൂടെ ചെറുക്കം. ഞാൻ എന്തോ അപ്പൊ കിട്ടുമല്ലോ. എങ്ങനെ കിട്ടാൻ? ആ പേപ്പറിൽ നീ ഇപ്പൊ നശിപ്പിച്ച് കളഞ്ഞത്. അത് ആ പുള്ളി ശരിയാക്കി തരാൻ. ഞാൻ പറയട്ടെ, ഇങ്ങോട്ടോ. അതെ, എന്തായാലും എനിക്കിനിപ്പോ അത്രയും പൈസ അവർ തരത്തില്ലെന്നാ പറയുന്നത്. ഒരു 3 ലക്ഷം രൂപ എണ്ണി ഈ മേശപ്പുറത്തോട്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വിളിക്കും. 1 ലക്ഷം ബീഫിന് 3 ലക്ഷം രൂപ വിളിക്കും. പിന്നെ എന്റെ കച്ചവടം നശിപ്പിച്ച് ലോൺ നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ ചുമ്മാ പൈസ പാവപ്പെട്ട സ്ത്രീയാണ്. പാവപ്പെട്ടത് ഞാനും പാവപ്പെട്ടത് സ്വയം തൊഴിലാണ്. സ്വയം തൊഴിൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ സ്വയം കയറ്റലാണ്. പൈസ കഷ്ടമെന്ന് പറയുന്നത്. ഞാൻ പോകും, എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. നീ പോകി ശരിയാക്കി തരാല്ലെങ്കിൽ പിന്നെ ഇവിടെ ചോദിക്കാൻ പറയാൻ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ വിഷയം? അവർ 3 ലക്ഷം രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നാലും മതി. പൈസ ചേച്ചി ഞാൻ 3 ലക്ഷം രൂപ തരാം. തരുമോ? പക്ഷെ ഇത്തിരി ബീഫ് വരൂ. ബീഫ് തരുന്നതിന് ഞാൻ ആലോചിക്കാം. ആദ്യം എനിക്ക് പൈസ 3 ലക്ഷം രൂപയല്ലേ ഞാൻ തരാം. അതോടെ ഒരു പ്രശ്നം തരുമല്ലോ. പക്ഷെ എനിക്ക് ബീഫ് വേണം. ബീഫ് ഞാൻ തരും. സംഭവം എന്താണെന്ന് അറിയാം? ലോകത്തിൽ ആദ്യമായിട്ടാണ് 3 ലക്ഷം രൂപ എടുത്ത് ബീഫ് വാങ്ങിക്കുന്ന ഒരേ ഒരു കിഴങ്ങൻ. അത് നീയാണ്. ഞാനാ? നീ